ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ്, ഗുഡ് ഈവനിങ് മൈ ഫ്രണ്ട്സ്. ഇന്നത്തെ മാർക്കറ്റും കുഴപ്പമില്ലാത്ത രീതിയിൽ സൂപ്പറായിട്ടാണ് കടന്നുപോയി. എന്നിട്ട് വലിയൊരു ലോസ് ഒന്നും പറയാനില്ല. ആക്ച്വലി ലോസ് ആവേണ്ടതെല്ലാം നിഫ്റ്റി തന്നെ റിക്കവർ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു ടോപ്പ് എൻഡിലെത്തി. ആൻഡ് ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ 14,137 ക്ലോസ് ചെയ്തിട്ടുള്ള ജസ്റ്റ് 9 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തിട്ടുള്ള 48,093 80 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ള 31,956 158 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റി IT സെക്ടർ 25,251 ക്ലോസ് ചെയ്തു 168 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. S&P BSE സ്മോൾ ക്യാപ്പ് 18,772 ക്ലോസ് ചെയ്തിട്ടുള്ള 157 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,146, ഇന്നത്തെ ഓപ്പണിംഗ് വന്നിട്ട് 14,253. നല്ലൊരു ഗ്യാപ്പ് അപ്പ് തന്നെയായിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ് ടു 14,256, ഡേ ലോ വാസ് 14,123 ആൻഡ് 9 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 14,137 ക്ലോസ് ചെയ്യായിരുന്നു. ആൻഡ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 31,797, ഇന്നത്തെ ഓപ്പണിംഗ് വന്നത് 32,129. നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ് ടു 32,177 ഓൺലി. ഡേ ലോ വാസ് 31,911 ആൻഡ് 158 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 31,956 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് ഒരു സ്മോൾ ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നത്. ആൻഡ് ഇന്ന് മാർക്കറ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന പ്രധാന ഘടകം ഡെഫിനറ്റ്ലി പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് തന്നെയായിരുന്നു. ആക്ച്വലി ഇന്നലെ നൈറ്റ് തൊട്ടിട്ട് ആക്ച്വലി ഇന്നലെ ഒരു നെഗറ്റീവ് മോഡിലായിരുന്നു US മാർക്കറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്ലോലി ടേൺ ടു പോസിറ്റീവ്. സോ ഓൾ ഓവർ ദ വേൾഡ് ഗ്ലോബൽ ക്യൂസ് എല്ലാം ആക്ച്വലി നല്ലൊരു പോസിറ്റീവ് മോഡിൽ തന്നെയായിരുന്നു. SGX നിഫ്റ്റി വേർ അറൗണ്ട് 80 പോയിൻറ്റ്സ് ഹയർ ആയിരുന്നു ഇന്ന കാലത്ത്. ആൻഡ് നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് അതുകൊണ്ട് കിട്ടി. ആൻഡ് അതിനുശേഷം ടെക്നോളജി ആൻഡ് FMCG സ്റ്റോക്സിനെ ശരിക്കും ഒരു പുള്ളി ചെയ്തത് മാർക്കറ്റിന് ബാക്കിലേക്ക്. അതേസമയം ഒരു അപ്ലിഫ്റ്റ് മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് മെറ്റൽ സെക്ടേഴ്സിൽ നിന്നും ആൻഡ് സം ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഏരിയാസിൽ. അതേസമയം ഇന്ന് ബ്രോഡർ മാർക്കറ്റിൽ അതായത് നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 ആൻഡ് സ്മോൾ ക്യാപ്പ് 100 അവരെല്ലാവരും നല്ലൊരു കോൺട്രിബ്യൂഷൻ ഇന്ന് ശരിക്കും ഇന്നത്തെ റാലിയിൽ നടത്തിയിട്ടുണ്ട്. സോ അതൊരു നല്ലൊരു പോസിറ്റീവ് സൈനായിട്ടാണ് കാണാൻ കഴിയുന്നത് മുന്നിലേക്കുള്ള മാർക്കറ്റിന്. ആൻഡ് ഫ്രണ്ട്സ്, ഇനി നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ വ്യൂ അനുസരിച്ച് കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കാം. നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള 14,080 ആൻഡ് സെക്കൻഡ് വൺ ഈസ് 14,030. അതേസമയം റെസിസ്റ്റൻസ് 14,220 സെക്കൻഡ് ഈസ് ഓഫ് കോഴ്സ് 14,300. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട് കാണാൻ കഴിയുന്നത് 31,850, സെക്കൻഡ് ഈസ് 31,750. അതേസമയം കീ റെസിസ്റ്റൻസ് ലെവൽ 32,110 സെക്കൻഡ് ഈസ് 32,250 ആകുന്നു. ഓപ്ഷൻ ഡാറ്റ ഫ്രണ്ട്സ്, ഈ ഓപ്ഷൻ ഡാറ്റ ഞാൻ പറയുന്ന നമ്പേഴ്സ് നിങ്ങൾ ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ട്രേഡിംഗ് റേഞ്ച് ഫോർ ടുമോറോ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ബെറ്റർ ട്രേഡ്. ഓക്കെ, സോ നിസ്സാരമായിട്ട് കണക്കാക്കി കളയരുത്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്, ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നത് മാത്രം കേട്ടോ. ആൻഡ് ഈ ഓപ്ഷൻ ഡാറ്റയാണ് ശരിക്കും പറയുന്നത് നിഫ്റ്റിയുടെ ബാക്ക് ബോൺ. സോ ഇതിന് ഒരു കാരണം വെച്ചാൽ നിങ്ങൾ സില്ലിയായിട്ട് തള്ളിക്കളയരുത്. ഓക്കെ, സോ വെരി ക്വിക്ക്ലി കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ പ്ലേസ് ചെയ്തിട്ടുള്ള 14,000 സ്ട്രൈക്കിലാണ്. ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500, തേർഡ് ഈസ് 15,000 സ്ട്രൈക്കിൽ. അതേസമയം കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ 14,200, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500, തേർഡ് ഈസ് 14,400. കോൾ അൺവൈൻഡിങ് ഏറ്റവും കൂടുതൽ നടത്തുന്നുള്ളത് 14,100, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,000. അതേസമയം പുട്ടിൻ്റെ ഓപ്ഷൻ ഡാറ്റ, പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 13,500, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,000, തേർഡ് ഈസ് 13,600. ആൻഡ് റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 14,200, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,900, തേർഡ് ഈസ് 13,400. അൺവൈൻഡിങ് കുറച്ച് സാധാരണ പുട്ടിൻ്റെ കാണാറില്ല, പക്ഷേ ഇപ്പോൾ ഇന്ന് കുറച്ച് നടന്നിട്ടുള്ളത് 13,600 സ്ട്രൈക്കിലാണ്. ആൻഡ് സെക്കൻഡ് ഈസ് 14,000. തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 13,900. ഫ്രണ്ട്സ്, കുറച്ച് ലോങ് ബിൽഡപ്പ് കാണാൻ കഴിയുന്ന സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ടാറ്റ കെമിക്കൽ
India Bulls Finance, L&T, UBL, Sun TV, Motherson Sumi, Bharat Forge. ഈ സ്റ്റോക്സിലൊക്കെ ഒരു ലോങ് ബിൽഡപ്പ് നടക്കുന്നുണ്ട്. സോ പ്ലീസ് വാച്ച് ക്ലോസ്ലി. ഫ്രണ്ട്സ്, ഇന്ന് ഇന്ത്യ വിക്സ് 1% ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഈസ് ഫേവറബിൾ ഫോർ ബുൾസ്. ആൻഡ് FIS ആൻഡ് DIS ഡാറ്റ നോക്കുമ്പോൾ DISൻ്റെ ഭാഗത്തു നിന്ന് 382 crores ഒരു ബൈങ്ങാണ് നടന്നിട്ടുള്ളത്. അത്ര വലിയൊരു ബൈങ് അല്ല. പക്ഷേ ഇന്നലെ അവരുടെ ഭാഗത്തു നിന്ന് ഏകദേശം സെയിം എമൗണ്ടിൻ്റെ ഒരു സെൽ ഓഫ് ആണ് കാണുന്നുണ്ടായിരുന്നത്. ഇന്ന് അവർ വീണ്ടും ബൈയിങ്ങിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. ആൻഡ് DISൻ്റെ ഭാഗത്തു നിന്ന് 989 crores സെൽ ഓഫ് ആണ് നടന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, അതായത് നമ്മുടെ സ്വന്തം TCS. ഓക്കെ, അതൊരു അടുത്തൊരു 2-3 സെഷൻസ് നിങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്തോളൂ. ഓക്കെ, ബിക്കോസ് കമ്പനി വിൽ ഡിക്ലെയർ ഇറ്റ്സ് ഡിസംബർ ക്വാർട്ടർ ഏർണിങ്സ് ഓൺ January 8th, അതായത് നാളെ. ഒരു പക്ഷേ നാളെ മാർക്കറ്റ് അവേഴ്സിന് ശേഷമായിരിക്കാം ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺഡേ നോക്കിയാൽ മതി. ഓക്കെ, അതേസമയം നാളെ കാലത്ത് 10 മണി 11 മണി അങ്ങനെയൊക്കെയുള്ള ഒരു ടൈമിൽ ഡിക്ലറേഷൻ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. സ്റ്റോക്കിൽ കാണാൻ കഴിയും. സോ കുറച്ച് നേരം ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഫ്രണ്ട്സ്, വേറെ ഒരു വാർത്തയുള്ളത് ഡാക്സ്, അതായത് ജർമ്മനിയുടെ ഇൻഡെക്സ്. ഓക്കെ, അവർ ഫസ്റ്റ് ടൈം 14,000 ക്രോസ് ചെയ്തു. ഞാനത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ബിക്കോസ് നമ്മളും 14,000 ക്രോസ് ചെയ്തിട്ട് 1 വീക്ക് ആയിട്ടുള്ളൂ ഹാർഡ്ലി. ആൻഡ് ഫ്രണ്ട്സ്, റീറ്റെയിൽ, അതായത് ബിഗിനേഴ്സിനോടുള്ള ഒരു ജസ്റ്റ് ഒരു സജഷനാണ്. നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഓക്കെ, വാച്ച് ലിസ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 50 to 100 ഓക്കെ സ്റ്റോക്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. മൊബൈലിൽ അത് സാധ്യമല്ല, ലാപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് മിനിമം വേണം. ഓക്കെ, സോ എല്ലാ സമയത്തും ഓക്കെ ആ വാച്ച് ലിസ്റ്റ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സോ നിങ്ങൾക്ക് ഏകദേശം നല്ല ഐഡിയാസ് കിട്ടും അതിൽ നിന്ന്. ഓക്കെ, ഒരു സ്റ്റോക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർട്ട് എടുക്കുക. ഓക്കെ, എത്ര വരെ ഇറ്റ് ക്യാൻ ഗോ ഡൗൺ അത് മനസ്സിലാക്കുക. ആൻഡ് അത് ഷോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷോർട്ട് ചെയ്യുക. ഇത് ആക്ച്വലി സ്ട്രാറ്റജി ഫോർ F&O ആണ്. പക്ഷേ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിലും നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് അത്ര വലിയൊരു സ്ട്രാറ്റജി ഒന്നല്ല ആക്ച്വലി, ബട്ട് ഞാൻ പറയുന്നു മാത്രം. ഓക്കെ, സോ അങ്ങനെ ഷോർട്ട് എടുക്കണമെങ്കിൽ ഷോർട്ട് എടുക്കാം. ആൻഡ് പൊന്തി വരുന്ന സ്റ്റോക്കുകളുണ്ടെങ്കിൽ അവരുടെ 52 വീക്സ് ഹൈ ഹിറ്റായിട്ടുണ്ടോ, അപ്പർ സർക്യൂട്ട് ഹിറ്റായിട്ടുണ്ടോ, ഓക്കെ അതെല്ലാം നോക്കിയതിന് ശേഷം ഓക്കെ അതിന് ലോ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ബൈ എടുക്കുക അതിൽ. ഓക്കെ, ആൻഡ് ഒരു ഡിഫറെൻറ്റ് ഇപ്പോൾ നമ്മളൊരു 10 സ്റ്റോക്കിൽ അത് ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്, അതാണ് നമുക്ക് പറയുന്നതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഡിഫറെൻ്റായിട്ട് സ്പ്രെഡായിട്ട് ഇട്ട് കൊടുക്കുക. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, അത് എൻഡ് ഓഫ് ദി ഡേ ഒരു പ്രോഫിറ്റിലായിരിക്കും അത് ചെന്ന് എത്തുക. അതർവൈസ് ലോസ് വരാൻ വളരെ സാധ്യത കുറവാണ്. ഓഫ് കോഴ്സ് നമ്മളൊരു 100 വാച്ച് ലിസ്റ്റിൽ 100 സ്റ്റോക്സിനെ നമ്മൾ വാച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ബിഗിനേഴ്സിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഗ്രാജുവലി അത് നമ്മളൊരു പ്രാക്ടീസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. ജസ്റ്റ് ഒരു നോട്ടം മാത്രം മതി, നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ ട്രൈ ടു ഡു ദാറ്റ്. ചുരുങ്ങിയത് ഒരു 50 എണ്ണം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക വാച്ച് ലിസ്റ്റിൽ. ഓക്കെ, ഫ്രണ്ട്സ്, അതിനകത്തേക്ക് ഇനി കുറച്ച് നല്ല സ്റ്റോക്സ് ഓക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ഭാരത് ഫോർജ്, ബൈ അബവ് 600, ടാർഗറ്റ് 615. നിങ്ങൾക്ക് ഷോർട്ട് എടുക്കാവുന്നതാണ് 589 താഴെ പോവുകയാണെങ്കിൽ. നെക്സ്റ്റ് ഈസ് അദാനി എൻ്റർപ്രൈസസ്, ബൈ above 520, target 535, and you can short below 510. Next is Tata Steel, buy above 724, target 740, you can short below 715. Next is Cholafin. Cholafin സംബന്ധിച്ചിടത്തോളം നാളെ ആക്ച്വലി ഷോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. യു ക്യാൻ ഷോർട്ട് ബിലോ 430 and target up to you. See, if Cholafin goes above 435 നിങ്ങൾക്ക് ബൈ എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് Polycab, ബൈ above 1280, target 1305, and you can short below 1275. Next is ITC, buy about 204, target
210. You can short below 197. Next is SBIN. Buy above 290. Target 296. And you can short below 288. Next is TCS, Reliance, Bajaj Finance, HDFC Bank and Infosys. ഫ്രണ്ട്സ്, ഇതിൽ ടി സി എസ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. ആൻഡ് ദിസ് ഇസ് ഓൾ മൈ പേഴ്സണൽ വ്യൂസ്. ഓക്കെ, മൈ വ്യൂ മേ ഗെറ്റ് റോങ്. I have all rights to be wrong. Okay, so don't follow it just blindly. Okay, do your own study or analysis, or consult a financial advisor before you enter the market or trade. It's matram friends, and please don't forget to subscribe my channel, hit the like button, share it. Money endayilum edicholo. Ting ting. Happy trading. Take care. Good night.